അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. രണ്ടാമത്തെ പത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഗ്ഫിറത്തിന്റെ പത്താണ്. നമ്മൾ ഓരോരുത്തരും ഓരോ വഖത്തിലും അല്ലാഹുമ്മ ഉസ്ർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഒന്നാമതായി തന്നെ പറയാം, നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നു ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ കലാമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം ചോദിക്കണേ. ഇന്നഹു കാന ഗഫാറാ, അവൻ വല്ലാതെ പുറത്തു തരുന്നവനല്ലയോ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് പറഞ്ഞില്ലയോ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങളെ കുറിച്ച് വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ധാരാളം മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കുന്നതാണ്. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് ധാരാളം മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വീണ്ടും പറയുകയാണ്, വയുംദിദുകും ബിഅംവാൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നിങ്ങൾക്ക് സമ്പത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ, കടങ്ങൾ കൊണ്ട് വലഞ്ഞവരാണോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വയുംദിദുകും ബിഅംവാൽ, നിങ്ങൾക്ക് സമ്പത്തിൽ അല്ലാഹു സഹായം തരുന്നതാണ്. വബനീൻ, മക്കളില്ലാതെ വർഷങ്ങളോളം വിഷമിക്കുന്നവരുണ്ടോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ അനുഭൂതികൾ തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലമാണ്, നേട്ടങ്ങളാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ധാരാളം മഴയെ അല്ലാഹു വർഷിപ്പിക്കുന്നു. യംദിദുകും ബിഅംവാലിൻ, നിങ്ങളെ സമ്പത്ത് കൊണ്ട് അല്ലാഹു സഹായിക്കും. വബനീന, മക്കളെ കൊണ്ട് അല്ലാഹു സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, സ്വർഗീയ അനുഭൂതികൾ അല്ലാഹു തരുന്ന പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഇതെല്ലാം നേടിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇസ്തിഗ്ഫാറിനെ നമ്മൾ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അദാബ്, ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ ഇസ്തിഗ്ഫാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വന്നു ഭവിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. ഒരിക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ഇരുന്ന് വല്ലാതെ ഇസ്തിഗ്ഫാർ എടുക്കുന്നു, കരയുന്നു, ദുആ ചെയ്യും. അപ്പോൾ കൂടെയുള്ള സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഇത്രയും ഇങ്ങനെ ഇസ്തിഗ്ഫാർ എടുക്കാൻ, കരയാൻ കാരണം? അപ്പോൾ ആ സ്വഹാബി മറുപടി കൊടുത്തത് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അവരിലേക്ക് അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഈ ദുനിയാവിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ. ഈ ദുനിയാവിൽ ഇസ്തിഗ്ഫാറുകൾ ചെല്ലുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങുകയില്ല. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അധികരിപ്പിക്കണേ. ആ സ്വഹാബി പറഞ്ഞ മറുപടിയാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങിയിട്ടില്ല. നബിയുടെ വഫാത്തിന് ശേഷം ഇനി ആ ഇസ്തിഗ്ഫാർ അദാബ് ഇറങ്ങാതിരിക്കണമെങ്കിൽ വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചെല്ലണമെന്ന് സ്വഹാബി പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ അള്ളാഹുവിൻ്റെ അദാബ് എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ.